തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വൻ കഞ്ചാവ് വേട്ട. 10 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി 2 വിദ്യാർത്ഥികൾ കസ്റ്റംസിന്റെ പിടിയിലായി. ഇരുവരും മലപ്പുറം സ്വദേശികളാണ്. വിശദാംശങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, 2 വിദ്യാർത്ഥികളാണ് 10 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായിരിക്കുന്നത്. എപ്പോഴായിരുന്നു സംഭവം? മറ്റ് വിശദാംശങ്ങൾ കൂടി. സുരേഷ്, തായ്ലൻഡിൽ നിന്നും ബാങ്കോക്ക് വഴി സിംഗപ്പൂർ എയർവേസിൽ എത്തിയ 2 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ പിടിയിലായത്. 21 വയസ്സുള്ള യുവതിയും 23 വയസ്സുള്ള യുവാവുമാണ് പിടിയിലായിരിക്കുന്നത്. ഹൈബ്രിഡ് കഞ്ചാവുമായി എത്തിയത് ആണ് ഇവരുടെ കയ്യിൽ നിന്നും കഞ്ചാവ് പിടികൂടുകയും ചെയ്തു. കസ്റ്റംസ് ബാഗ് പരിശോധിക്കുന്നതിനിടയിലാണ് ഇത് കഞ്ചാവ് പിടികൂടിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 10 കോടിയിലധികം രൂപ വിലമതിക്കുന്ന കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത്. ഏകദേശം നമ്മുടെ വിപണിയിൽ 10 കോടി രൂപയോളം വിലമതിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നതേ മാത്രമേ ഉള്ളൂ. ഈ ബാങ്കോക്കിൽ നിന്നാണ് ഇവർ എത്തിയതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഇത് വിദേശത്തു നിന്നും കടത്താൻ ശ്രമിച്ച ഇതിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിദ്യാർത്ഥിയും 2 പേരും, അതായത് യുവാവും യുവതിയും വിദ്യാർത്ഥികളാണെന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവർ ലഗേജിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച നിലയിലായിരുന്നു ഇത് കണ്ടെത്തിയത് അധികൃതർ പറയുന്നത്. അതോടൊപ്പം തന്നെ പരിശോധനയിൽ ആണ് ഈ ഹൈബ്രിഡ് കഞ്ചാവാണെന്ന് തെളിയുകയും കസ്റ്റംസ് ഈ 2 പേരെയും, യുവാവിനെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കൂടുതൽ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇവർ അവധി ആഘോഷിക്കുന്നതിന് വേണ്ടി പോയതാണ് എന്നൊരു വിവരവും ലഭിക്കുന്നത്. അതും അപൂർണമായിട്ടുള്ള വിവരമാണ്. അതിൽ കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരു കാലത്തിന് ശേഷം ഇത്രയും രൂപ വിലമതിക്കുന്ന, അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന കഞ്ചാവ് വേട്ട തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത്. ഒരു ഇടക്കാലത്ത് വലിയ രീതിയിൽ കുറവ് വന്നിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഇത്തരത്തിലൊരു കഞ്ചാവ് വേട്ട നടക്കുന്നത്. എന്തായാലും കസ്റ്റംസ് ഇരുവരെയും പിടികൂടിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ പുരോഗമിക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനുള്ളത്. എങ്ങനെയാണ് ഇവർക്ക് കൊണ്ടുവന്നത് അടക്കമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റ് നടപടികൾ, ഇനി ഇത് എവിടത്തേക്കാണ് എത്തിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിനുശേഷം ഈ ചോദ്യം ചെയ്യലിന് ശേഷം പോലീസിന് കൈമാറുകയും ചെയ്യും. തിരുവനന്തപുരത്ത് വൻ കഞ്ചാവ് വേട്ട. 10 കോടി രൂപയുടെ കഞ്ചാവുമായി വിദ്യാർത്ഥികളാണ് പിടിയിലായിരിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദാംശങ്ങൾ നൽകിയത്.